ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഉള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫീൽഡിൽ പോയ അനുഭവങ്ങൾ ഇവിടെ കുറേ വിവരിക്കപ്പെട്ടു. ഓരോ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോഴും അവിടുത്തെ ഓരോ വേദനകൾ നമ്മെയാണ് ഇരുത്തി ചിന്തിപ്പിക്കുക. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം സുഖത്തിലാണ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. ഓരോരുത്തർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അവർ അനുഭവിക്കുന്ന വേദനകൾ, കുടുംബാംഗങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ നമ്മളോട് പറയുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹുവേ എത്രമാത്രം നമ്മൾ സ്തുതിച്ചാലും മതിയാവില്ല. കാരണം നമ്മെ സംബന്ധിച്ച് ഇന്ന് ഒരു പ്രയാസവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പ്രയാസങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അതിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കാർക്കും ഒന്നുമില്ല. ഈ ഫീൽഡിൽ കൂടി പോവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒരു നിയ്യത്താക്കി എടുക്കണം, നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം വരാൻ. അതുപോലെ തന്നെ ഈ യാത്രയിൽ അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ വരുന്നതും നമുക്ക് കണ്ടെത്താൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു അദാലത്തിന് വന്ന രണ്ട് സഹോദരിമാർ, അവർക്ക് വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അപ്പോൾ ഒരു സഹോദരി ഇതുപോലെ വീടിൻ്റെ ഒരു സ്ഥലം ഇല്ല, ഞങ്ങൾക്ക് സ്ഥലം കിട്ടണം, വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അവരോട് വന്ന് കാക്ക ചോദിച്ചിരുന്നു, അവിടെ എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളെ അന്വേഷിച്ചോളി, പിന്നെ അതിനുള്ള എന്തെങ്കിലും ചെറിയൊരു പൈസ ഞങ്ങളും തരാം, ബാക്കി നിങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരോട് സംസാരിച്ചു. അവർ ഇവിടുന്ന് അങ്ങനെ അവർ തലേ ദിവസം പറഞ്ഞ്, അപ്പോൾ സ്ഥലം കിട്ടാനുണ്ട്, ആ സ്ഥലം 3 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പം കാക്ക പറഞ്ഞ് 2 സെൻറ്റ് സ്ഥലത്തിൻ്റെ 1 ലക്ഷം രൂപയാണ്, 1 സെൻറ്റിന് 2 ലക്ഷം രൂപ തരാം, ബാക്കി നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ആ സഹോദരിയുടെ കയ്യിൽ ഒരു മാലയുണ്ട്, ആ സ്വർണ്ണം എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ 50,000 രൂപ കിട്ടുമല്ലോ, ആ പൈസയും ഒരു 50,000 രൂപ നിങ്ങൾ ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞ് അവരോട് അങ്ങനെ പറഞ്ഞിരുന്നു. ഈ 3 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ചെന്നു, സ്ഥലം കണ്ടു. അവിടെ ഒരു റിട്ടയേർഡ് മാഷ ഭൂമിയാണ്. അയാൾ ഒന്നായിട്ട് വാങ്ങിയിട്ട് ഇങ്ങനെ കഷ്ണം പിടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ 1,10,000 വിൽക്കുന്നത് കാരണം ഇവർക്ക് 1 ലക്ഷം രൂപക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം. അപ്പോൾ അവരോട് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കാക്ക അവതരിപ്പിച്ചു. അപ്പം ആ സഹോദരി അവിടെ ഇരുന്ന് ചിലപ്പം നെടുവീർപ്പിട്ടിട്ട് കാണും, 50,000 രൂപ എങ്ങനെ ഉണ്ടാക്കും, ഈ സ്ഥലം വാങ്ങിയാൽ 3 ലക്ഷം രൂപ കൊടുക്കണം, 2 ലക്ഷം രൂപ ഇവിടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 50,000 രൂപ സ്വർണം വിറ്റാൽ കിട്ടും, ബാക്കി 50,000 രൂപ ഇവിടുന്ന് കിട്ടും. ആ സഹോദരി അവിടെ നിന്ന് നെടുവീർപ്പിട്ടിട്ടുണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം എന്ന് പറയുക, ഞങ്ങൾ ഈ മാഷ വീട്ടിൽ ചെന്നു, മാഷുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പിന്നെ അവിടെ 3 സെൻറ്റ് സ്ഥലം ഇയാൾ കൊടുക്കാറിന് 1 ലക്ഷം രൂപയ്ക്ക് ഇവർക്ക് കൊടുക്കുക, അങ്ങനെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് നിന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ സ്ഥലം വാങ്ങിക്കൊടുക്കുന്ന കാര്യങ്ങളും വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അയാളോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അയാളെ പറഞ്ഞ് 3 സെൻറ്റ് സ്ഥലം കൊടുക്കുക, 50,000 രൂപ ഞാൻ ഒഴിവാക്കി കൊടുക്കുക, 2.5 ലക്ഷം രൂപ തന്നാൽ മതിയെന്ന്. അപ്പോൾ ആ സഹോദരിയുടെ ഒരു പ്രാർത്ഥന തന്നെ ആയിരിക്കും. അവർക്ക് 50,000 രൂപ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് 50,000 രൂപ ഈ സ്ഥല ഉടമ വിട്ടുകൊടുക്കുകയാണ്. 2.5 ലക്ഷം രൂപ തന്നാൽ മതി 3 സെൻറ്റ് സ്ഥലത്തിനെന്ന്. അപ്പോൾ നമ്മളെ ഓരോ ഇടപെടലുകൾ, നമ്മൾ ചെന്നിങ്ങനെ പോകുമ്പോൾ അതിൽ വരുന്ന ഓരോ അനുഗ്രഹങ്ങളാണ് ഈ
കിട്ടുന്നത്. അള്ളാഹുവിൻ്റെ ഓരോ ഇടപെടൽ ഇത് നമുക്കിങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ ഈ യാത്രയിലാണ് നമുക്കതിങ്ങനെ കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കിങ്ങനെ നമ്മൾ യാത്ര പോകുമ്പോൾ ഭയങ്കര രസമാണ്. അള്ളാഹുവിൻ്റെ ഓരോ ഇടപെടലുകൾ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ അപ്പം നമുക്ക് അള്ളാഹുവിനോട് കുറേയും കൂടി നമുക്ക് പിന്നെ ശുക്ർ ചെയ്യാനുള്ള നമുക്ക് വരികയാണ്. അള്ളാഹ് ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവായിട്ടിങ്ങനെ ഓരോ അനുഭവങ്ങൾ നമുക്ക് വരികയാണ്. ഇവിടെ വരുന്ന സഹോദരിമാരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ അവരനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കുമ്പോൾ, ഹസീന പറഞ്ഞ മാതിരി 8 മാസം പ്രായമായ കുട്ടിയെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഭർത്താവ് അധ്വാനിച്ച് നല്ലൊരു വീട് വാപ്പാൻ്റെ സ്ഥലത്തുണ്ടാക്കി. 2 സഹോദരങ്ങൾ വേറെ ഉണ്ട്, അവരും വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ തറവാട് വീട് ആ വീടിൻ്റെ ബാക്കിലുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും ഈ സഹോദരിയോട് നീ ഈ വീട് പൂട്ടിയിട്ട് ആ ഉമ്മ ആ സ്വന്തം വീട് ലോക്ക് ചെയ്തിട്ട് അവർ നേരെ ഇവരെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അത്രയും പോലും എങ്ങനെയും ഇവരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പം ഏറ്റവും ചെറിയ ആ സൂറത്ത് മാമൂലിലൊക്കെ നമ്മളിങ്ങനെ പറയും, അനാഥയെ ആട്ടി അയറ്റരുത്, അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയും. ഇതൊക്കെ എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ ഓതാത്തവരുണ്ടാവില്ല. പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാകാതെ ഓതുന്നതുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓരോരുത്തരും അങ്ങോട്ട് ആട്ടി ഓടിക്കുക തന്നെയാണ്. ആട്ടി ഓടിക്കരുത് എന്ന് പറയുന്നിടത്ത് ആട്ടി ഓടിക്കുക, അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ഇതൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ തന്നെ. അപ്പം ഇന്ന് ഈ നമ്മുടെ ബിസ്മിയുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് 6, 7, 8, 10 ഓർഫൻ കുടുംബങ്ങളാണ് ഈ ബിസ്മിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെ നമുക്കത് കുറയ്ക്കാൻ പറ്റുമോ നോക്കിയാൽ കുറയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നല്ലതായിട്ട് ത്യാഗം സഹിക്കേണ്ട രീതിയിലാണ് കാക്കയുടെ ആ ത്യാഗ മനോഭാവം കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ വേദനകൾ സഹിച്ചും പ്രയാസങ്ങൾ അനുഭവിച്ചുമൊക്കെ കാക്കയുടെ ആ യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രമാത്രം ത്യാഗം സഹിച്ചാണ് ഈ യതീം കുട്ടികൾക്ക് വേണ്ടിയുള്ള ആ യാത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകുമാറാകട്ടെ. യാതൊരു പ്രയാസവും കൂടാതെ ഇവരുടെ വേദനകൾ കണ്ടെത്താനും അതിനെ വേണ്ടി ചെയ്യാനും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അതുപോലെ തന്നെ നമുക്കൊക്കെ ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഊർജം, അതിനുള്ള കഴിവും അള്ളാഹു നൽകുമാറാകട്ടെ. ഈ പ്രവർത്തനത്തിലേക്ക് ധാരാളം ആളുകൾ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം, അതുപോലെ തന്നെ മാംസം, പച്ചക്കറികൾ, ഇതൊക്കെ ഓരോരുത്തരും ഇങ്ങോട്ട് ഇന്നുകൊണ്ട് നമുക്ക് മാംസമുണ്ട്, പോത്തായിട്ടും ആടായിട്ടും ഒക്കെ, അതുപോലെ ഭക്ഷണം. ഇന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞ് ഇന്നിപ്പം വരുന്ന ആളുകൾക്കൊക്കെ വീട്ടിലേക്ക് ഇറച്ചി കൊടുത്തു വയ്ക്കാൻ, ഭക്ഷണം കൊടുത്തു വിടാൻ, അവർക്ക് ഇവിടുന്ന് കഴിക്കാൻ കൊടുക്കാൻ എല്ലാം കഴിയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോ ആളുകൾ ഈ ബിസ്മിയിലെ പ്രവർത്തനങ്ങൾ കേട്ടറിഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് ഈ പൈസ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനും ഇവരൊക്കെ സഹായിക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പം കൂടുതൽ ആൾക്കാർക്ക് ഇതിലേക്ക് സാമ്പത്തികമായി സഹായിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഈ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.